ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മുഷീസ് മിറാക്കിൾ. അപ്പോൾ ഗേസ്, ഞാൻ നിന്നിട്ടുള്ള ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3 കൊല്ലം മുമ്പ് ഇറങ്ങിക്കുകയാണെങ്കിൽ തലയിൽ മുടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര കഷൻ്റെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ കാണുന്ന സൈഡിൽ അപ്ലൈ ചെയ്യാം. ഭയങ്കര ബാൾഡ് ആയിട്ടുള്ള ഹെഡ് ആയിരുന്നു. ആ സമയത്താണ് എനിക്ക് തീരെ കോൺഫിഡൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. ഫ്രണ്ട്സ് എന്ന് കണ്ട് ഒരിക്കലും പാർക്കോ ബീച്ചോ ഒരിക്കലൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു, സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കലായിരുന്നു. അതേപോലെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് എന്തുണ്ടെങ്കിൽ അല്ലാണ്ട് വീട്ടുകാർ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു ഒഴിവാക്കലായിരുന്നു. അങ്ങനെ വീട്ടിൽ ചടഞ്ഞ് ഒതുങ്ങി കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. കാരണം എന്താ എനിക്കുണ്ടെങ്കിൽ മുടിയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യനെ കോൺഫിഡൻറ്റേ പോവാണ്. അത് ഈ മുടി പോയവർക്കാണ് അതിന്റെ വിഷമം മനസ്സിലുള്ളൂ. ആ കോൺഫിഡൻ്റ് ഇല്ലായ്മ അത് ഇന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട്. അതേപോലെ കല്യാണാലോചന വരുന്ന സമയത്ത് ഈ പെണ്ണിന്റെ വീട്ടുകാർ ചെക്കന് മുടിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻസൾട്ടിങ്, അങ്ങനെ കുറെ കല്യാണങ്ങൾ മുടങ്ങി പോകുന്ന അവസ്ഥ. അതൊക്കെ കാരണം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടിയില്ലാത്ത ആൾക്കാർക്കാണ് അതിന്റെ വിഷമങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കല്യാണം ആലോചിക്കുന്ന സമയത്ത് മുടിയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും അതേമാതിരി മുടിയില്ലാത്ത ആളുകൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതേമാതിരി പെണ്ണിന് പറ്റാത്ത അവസ്ഥ, മുടിയില്ലാറിനുണ്ട്. അതേമാതിരി പെണ്ണിന്റെ കൂട്ടക്കാർ ചെക്കന് മുടിയില്ല, വേറെ ആളെ നോക്കുക, ഒരു ബ്ലെയിം ചെയ്യുക, ചെക്കന് മുടിയില്ല. അപ്പം നമുക്ക് നല്ലോണം കൊള്ളും, നമുക്ക് ഭയങ്കര വിഷമാകും അതൊക്കെ. ആ ഒരു സാഹചര്യത്തിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ചടച്ച് വീട്ടിൽ ഇങ്ങനെ കുത്തിറക്കുന്ന സമയത്താണ് ഞാൻ എയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അങ്ങനെ നാട്ടിലുള്ള ഒരുപാട് ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകളും മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കി. അതുപോലൊക്കെ എല്ലാവരും എന്നോട് 4000 ഗ്രാഫ്റ്റ് വേണമെന്ന് എനിക്ക് പറഞ്ഞു. ഈ 4000 ഗ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞ ഇതിലൊക്കെ പെർ ഗ്രാഫ്റ്റിന് 30 രൂപ, ചിലത് ഓഫർ ഉണ്ട് പറഞ്ഞാൽ പെർ ഗ്രാഫ്റ്റ് 25 രൂപ ഇട്ടൊക്കെ പറഞ്ഞു. 4000 ഗ്രാഫ്റ്റിന് 1.20 lakh അബവ് വരുന്നുണ്ട്. 1.20 lakh അബവ് വരുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ. അതിലൊരു സ്ഥാപനം എന്നോട് പറഞ്ഞു, ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓഫറിൽ ഇട്ട് കണ്ട് ഞാൻ ഒരു 100,000-105,000 രൂപയ്ക്കൊക്കെ ചെയ്ത് തരാൻ. എന്നാലും അത് എത്രയോ ഏറെ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്ത് ഞാൻ ഇതൊക്കെ നോക്കി, എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സംഗതികളൊക്കെ നോക്കിയപ്പോൾ ഹെയർ ലൈനോ കാര്യങ്ങളോ ഒരു വൃത്തിയില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ഹെയർ ലൈൻ, അതേമാതിരി തിക്നെസ് ഇല്ലാത്ത മുടി, നമ്മൾ കൈമത്ത് രോമൊക്കെ പോലത്തെ ഒരു മുടികൾ തലയിൽ വരുന്നത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർക്ക് ഞാൻ നോക്കിയിട്ട്. പിന്നെ ഒരുത്തുണ്ട്, എൻ്റെ ഫ്രണ്ട് ചെയ്തിരുന്നു. സ്ഥാപനത്തിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇതേമാതിരി തന്നെ ചെറിയ മുടികൾ, ചെറിയ രോമം മരുത്ത മുടികൾ തലയിൽ അത് ട്രാൻസ്പ്ലാന്റ്. ഞാൻ ചോദിച്ചു, എന്താ തോന്നാൻ എനിക്ക് ഗുണം? അല്ല, എൻ്റെ പൈസ പോയി എന്നല്ലാണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവനെ കണ്ടിരുന്നു. അവനെ കണ്ടിട്ട് അവൻ്റെ തല നോക്കിയിട്ട് ഒപ്പിട്ട് കണ്ടനെ നടക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ബന്ധം മുടിയൊക്കെ കൊഴിഞ്ഞു പോയിന്. അത് ഓരോ സ്ഥാപനത്തിന്റെ ക്വാളിറ്റിയാണത്. പിന്നെ കെയർ ചെയ്യാഞ്ഞാലും അങ്ങനെ പോകും. അപ്പോൾ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിന് എനിക്കൊരു ഗുണമായിട്ട് തോന്നിയില്ല. എല്ലാ തിക്നെസ് ഇല്ലാത്ത മുടി, അതേപോലെ തന്നെ ഹെയർ ലൈൻ ഒന്നും ഒരു വൃത്തിയില്ല. അങ്ങനെയാണ് ഒരുത്തൻ ബാംഗ്ലൂരിലെ HSN പോയി ചെയ്തെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിലെ HSN പോയി ചെയ്ത് ഞാൻ ഓൻ്റെ നോക്കിയപ്പോൾ അവനെ പോയി കണ്ട് നോക്കിയപ്പോൾ അവൻ്റെ നല്ല റിസൾട്ട്, നല്ല ഹെയർ ലൈനൊക്കെ പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ലൈൻ. മറ്റേ വിഗച്ച പോലത്തെ ഹെയർ ലൈനായിട്ട് തോന്നി. ഇത് പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ലൈൻ ബാംഗ്ലൂർ HSN ചെയ്തത്. എന്നോട് ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഓലതിൽ നല്ല റിസൾട്ടാണ്. വന്ന ഈ മുടിയൊക്കെ വന്നത് പറഞ്ഞാൽ പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഹെയറും നല്ല തിക്നെസ്സിൽ നല്ല ഡെൻസിറ്റിയിലാണ് ഓല് ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അവിടെ കോൺടാക്ട് ചെയ്യണമെന്ന് തോന്നി. ഓലായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഓല് തന്നെ പറഞ്ഞു എനിക്ക് 4000 ഗ്രാഫ്റ്റ് വേണമെന്നാ പറഞ്ഞു. അപ്പോൾ ഓല് പെർ ഗ്രാഫ്റ്റ് എനിക്ക് 10 രൂപ വെച്ച് കണ്ടാണ് എൻ്റെ പെർ ഗ്രാഫ്റ്റിന് ഈടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയോ ലാഭമാണ് എനിക്ക്. മാത്രമല്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും ക്വാളിറ്റിയിലാണ് ഓല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുത്തിട്ട് ഓൾക്ക് വെറും ഗ്രാഫിന് 10 രൂപ വെച്ചിട്ട് ഓല് ഈടാക്കണുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ക നാച്ചുറൽ ആയിട്ട്. ഇപ്പൊ എൻ്റെ ഹെയർ ഒക്കെയാണ് പക്ക നാച്ചുറൽ, വിഗച്ചമാതിരി തോന്നുന്നില്ലല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരത്തെ ഹെയർ ലൈനും കാര്യങ്ങളൊക്കെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. നല്ല ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ സ്ഥാപനത്തിന്. സ്റ്റാഫ്സ് ആയാലോ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ഭാഷ അറിയാത്തൊരു പ്രശ്നം അവിടെ ഇല്ല. നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെന്നുണ്ടെങ്കിൽ ഓല് ഡീൽ ചെയ്യും. ഓല് ചെയ്യണ മുടി എന്ന് പറയുന്നത് സാധാ പോലത്തെ മുടി, സാധാ മറ്റുള്ളവർ ചെയ്യണ മാറില്ല. മറ്റുള്ളവരൊക്കെ കാരണം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തുകൊണ്ട് ഫില്ലപ്പ് ആക്കി കൊടുക്കുക. പക്ഷെ ഡെൻസിറ്റി ഉണ്ടാവില്ല, മുടി തിക്നെസ് ഉണ്ടാവില്ല. ഇത് പക്കാ ക്ലിയർ ആയിട്ട് എത്രത്തോളം മുടി തിക്നെസ് കൂട്ടാൻ പറ്റും, നല്ല ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റും, ആ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല ഓല് ചെയ്യുന്നത്, ഐബ്രോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്, ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, മൊസ്റ്റാച്ച് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. ഈ വക കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽ ഒക്കെ ഞാൻ അവിടെ കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ ഇല്ലാണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് EMI സൗകര്യം ലഭ്യമാണ്. മാത്രമല്ല PRP ആയിക്കോട്ടെ, GFC ആയിക്കോട്ടെ, ഈ വക സംഗതിക്കൊക്കെ അവിടെ നാട്ടിന്റെ പകുതിന്റെ വില അവിടെ വരുന്നുള്ളൂ. അത്രയും വില കുറവിലാണ് ഓല് ചെയ്തെടുക്കുന്നത്, നല്ല ക്വാളിറ്റി ആയിട്ട്. നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വരാൻ ഭയങ്കര സിമ്പിളാണ്. നാട്ടിൽ നിന്ന് ഒരേ ട്രെയിൻ ഉണ്ട്, യശ്വന്തപുരത്തേക്ക് ട്രെയിൻ ഉണ്ട് നാട്ടിൽ നിന്ന്. ആ യശ്വന്തപുരം ലാസ്റ്റ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുക. നേരെ ഓപ്പോസിറ്റ് ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നുണ്ട്. ആ മെട്രോയിൽ കയറിയിട്ട് 4ാമത്തെ സ്റ്റേഷനിൽ വന്നുകൊണ്ട് ഇറങ്ങാം. അതായത് മഹാകവി ഗവമ്പു റോഡിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് വലത് സൈഡ് ചേർന്നിട്ട് വെറും 500 മീറ്റർ നടന്നിരിക്കുകയാണ് ഈ ഒരു HSN സ്ഥാപനം കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പഴയ കോൺഫിഡൻറ്റ് വീണ്ടെടുത്തിരിക്കുകയാണ്, നിങ്ങളെ പഴയ പവറിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ബാംഗ്ലൂരിലെ HSN. അപ്പോൾ ഗേസ് എന്തുകൊണ്ടും ലാഗ് ആക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരും. അപ്പോൾ ഗേസ് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗേസ് എത്രയും പെട്ടെന്ന് മണ്ടിക്കോളി.
നാട്ടിലത്തെ ആൾക്കാരെ വർത്താനം കേട്ടാണ് നാട്ടിലുള്ള ഓരോ സ്ഥാപനത്തേക്ക് പോയിട്ട് വെറുതെ പൈസ ചിലവാക്കും വേണ്ട, റിസൾട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്യണം. ഡീറ്റെയിൽ ഒക്കെ ഇവിടെ അടി കൊടുക്കാം. ബൈ.